ഗ്രാൻഡ് വിറ്റാര നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആൽഫ പ്ലസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വെച്ചാണ് രണ്ട് കമ്പയർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് ഇൻഷുറൻസ് അടയ്ക്കേണ്ടി വരുന്നത് 49,000 രൂപയാണ്. ഇതേ വണ്ടി ഇതേ സ്പെക്കുള്ള ഇതേ ഒരു വേരിയൻറ്റ് കിട്ടും നമ്മൾ ഹൈ റൈഡറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ 75,000 രൂപ ഇൻഷുറൻസ് അടക്കണം. ടാക്സ് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് നമുക്ക് 3,40,000 റേഞ്ചിൽ വരുന്നതിന് 4,45,000 രൂപയോളം നമ്മൾ ഹൈ റൈഡറിന് കൊടുക്കുക. അതായത് 1,50,000 രൂപയോളം എക്സ്ട്രാ വെറുതെ നമ്മൾ പൈസ കൊടുക്കണം. ആ ഒരു ടാക്സ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ട് വന്നിട്ടുള്ളതാണ്, കമ്പനികളുടെ കുറ്റമല്ല. ഇൻവെർട്ടർ കൂളൻ്റ് ഓൺലി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇൻവെർട്ടർ കൂളൻ്റ് സെപ്പറേറ്റ് അതിൻ്റെ പൈപ്പ് പോയേക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ വന്ന് ഇതിലൂടെ നമുക്ക് ഈ ഒരു യൂണിറ്റിലേക്ക് പോയി. അപ്പോൾ ഇതൊരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം സെപ്പറേറ്റ് തന്നെ ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിന് വേണ്ടി ഒരു PCUവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നോർമൽ കൂളൻ്റ് പരിപാടികൾ എഞ്ചിന് വേണ്ടിയിട്ടുള്ളത് ഇവിടെ വേറെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു എത്രത്തോളം എഫക്റ്റീവാണ്, അല്ലെങ്കിൽ എത്രത്തോളം ജോലി അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അതായത് സ്വിഫ്റ്റ് ഒക്കെ 40 കിലോമീറ്റർ മൈലേജിൽ വരാൻ പോകുന്നു, ഫ്രോങ്സ് ഹൈബ്രിഡ് വരാൻ പോകുന്നതൊക്കെ നമ്മൾ ന്യൂസിൽ കേൾക്കുന്നതാണ്. ഓൾറെഡി ഗ്രാൻഡ് വിറ്റാരൊക്കെ നമുക്ക് ഹൈബ്രിഡ്, ഫുൾ ഹൈബ്രിഡ്, സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഒരുപാട് കേൾക്കുന്ന ചോദ്യമാണ് ഹൈ റൈഡർ എടുക്കണോ, നമ്മുടെ ഗ്രാൻഡ് വിറ്റാര എടുക്കണോ എന്നുള്ളത്. കാരണം ഹൈബ്രിഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ കംപ്ലീറ്റ് ടെക്നോളജി പരിപാടികളൊക്കെ ടൊയോട്ടയുടെ ആണ് മാരുതിയിൽ വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രാൻഡ് വിറ്റാര ആയിക്കോട്ടെ, ഇൻവിക്ട ആയിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് ടൊയോട്ടയുടെ ടെക്നോളജി, അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് വരയ്ക്കുന്ന ഹൈബ്രിഡ് ടെക്നോളജി വരുന്നത് നമ്മുടെ ടൊയോട്ടക്കാണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു മാരുതി വാഹനങ്ങളൊക്കെ വന്നിട്ടുള്ളത്, ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഞാൻ സാധാരണ പറയാറുള്ളത് ഹൈ റൈഡർ എടുക്കണോ ഗ്രാൻഡ് വിറ്റാര എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരേ വണ്ടിയാണ് ബ്രോ, ഒരേ പ്ലാനിൽ വരുന്നതാണ്, ഒരേപോലുള്ളതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ പേഴ്സണലി എന്താണെന്ന് തോന്നുന്നത് ഇഷ്ടം അതെടുത്തോ എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു ഗ്രാൻഡ് വിറ്റാര എടുത്തോ എന്നുള്ളത് മാരുതിയുടെ ഷോറൂമിൽ നിൽക്കുന്നതുകൊണ്ടോ അവർ പൈസ വാങ്ങിയിട്ടോ ഒന്നുമുള്ളതല്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈ റൈഡറിൻ്റെ പ്രൈസ് ചെറുതായിട്ടൊന്ന് മാറി, കമ്പനി ചെറിയ രീതിയിലൊരു വില കൂട്ടൽ വരുത്തിയെങ്കിലും നമ്മൾ സാധാരണ കസ്റ്റമേഴ്സ് സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇമ്പാക്റ്റ് സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ടാക്സ് സിസ്റ്റത്തിൻ്റെ ഒരു ഗുണം കൊണ്ട് വന്നിട്ടുള്ള ഒരു ഉപകാരമാണ് അത് എന്ന് പറയുന്നത്. അതായത് ഗ്രാൻഡ് വിറ്റാര നമുക്ക് ഫുൾ ഓപ്ഷൻ്റെ കാര്യമാണ്. ആൽഫ പ്ലസ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ നമുക്ക് എപ്പോഴും 20 ലക്ഷത്തിന് താഴെയാണ് ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. പക്ഷേ ഹൈ റൈഡർ അവർ വില കൂട്ടിയതുകൊണ്ട് തന്നെ 20 ലക്ഷത്തി സംതിങ്ങിലേക്ക് അവരുടെ ഷോറൂം പ്രൈസ് കയറി. അപ്പോൾ 20 ലക്ഷത്തിന് താഴെയുള്ള വണ്ടികൾക്ക് ഒരു ടാക്സും ഇൻഷുറൻസൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. 20 ലക്ഷത്തിന് മുകളിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ അതിന് TCSും അതുപോലെ ടാക്സും ഇൻഷുറൻസും ഒക്കെ വേറെയാണ് വരിക. അങ്ങനെയുള്ള മാറ്റം ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് വിറ്റാര നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആൽഫ പ്ലസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വെച്ചാണ് രണ്ട് കമ്പയർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് ഇൻഷുറൻസ് അടയ്ക്കേണ്ടി വരുന്നത് 49,000 രൂപയാണ്. ഇതേ വണ്ടി ഇതേ സ്പെക്കുള്ള ഇതേ ഒരു വേരിയൻറ്റ് കിട്ടും നമ്മൾ ഹൈ റൈഡറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ 75,000 രൂപ ഇൻഷുറൻസ് അടക്കണം. ടാക്സ് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് നമുക്ക് 3,40,000 റേഞ്ചിൽ വരുന്നതിന് 4,45,000 രൂപയോളം നമ്മൾ ഹൈ റൈഡറിന് കൊടുക്കുക. അതായത് 1,50,000 രൂപയോളം എക്സ്ട്രാ വെറുതെ നമ്മൾ പൈസ കൊടുക്കണം. ആ ഒരു ടാക്സ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ട് വന്നിട്ടുള്ളതാണ്, കമ്പനികളുടെ കുറ്റമല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം വരുന്നത്. കൂടാതെ നമുക്ക് അടിപൊളി ബെനിഫിറ്റ്സ് നമ്മുടെ മാരുതി തരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 2 ലക്ഷം രൂപയോളം ലാഭത്തിൽ ഇപ്പോൾ ഹൈബ്രിഡ് നോക്കുന്നവർക്ക് ഗ്രാൻഡ് വിറ്റാര എടുക്കുക എന്നുള്ളൊരു ഉപകാരമാണ് എടുത്തു പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഉപകാരം. നിങ്ങൾ ഹൈബ്രിഡ് നോക്കുന്നവരാണ് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഗ്രാൻഡ് വിറ്റാര എടുക്കുന്നതാണ്. അപ്പോൾ ഗ്രാൻഡ് വിറ്റാര ഇറങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിൽ പോലും ഇപ്പോഴും ആളുകൾക്ക് സംശയമാണ് ഈ ഒരു മൈൽഡ് ഹൈബ്രിഡ് എന്താണ്, അതുപോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് എന്താണ് എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ അത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ആക്കി തരാനുള്ളൊരു ശ്രമത്തിലാണുള്ളത്. ഇത് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയാണ്. ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, സീറ്റിന് അടിയിലൊരു ലിഥിയം അയൺ ബാറ്ററി പാക്ക് വരുന്നത്. അതായത് നമ്മുടെ ഡ്രൈവർ സൈഡ് അല്ല, പാസഞ്ചർ സൈഡ് സീറ്റിന് അടിയിൽ കണ്ടത് ഇവിടെ ആയിട്ട് നമുക്കൊരു ബാറ്ററി പാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനോട് ചേർന്ന് നമുക്കൊരു ISG ടെക്നോളജി, അതായത് ഇൻറ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മോട്ടർ കൂടി ഈ ഭാഗത്തായിട്ട് കണ്ടോ, ഇതാണ് ആ സംഭവം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര മൈൽഡ് ഹൈബ്രിഡിനെ സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ഒരു സീറ്റിനടിയിലെ ബാറ്ററി ചാർജ് ചെയ്യുന്നതും ഈ ഒരു ISG ആണ് എന്ന് പറയാം. പക്ഷേ നമുക്ക് വേറെ ബാറ്ററി ഉണ്ട്, വേറെ സ്റ്റാർട്ടിങ് മോട്ടർ ഉണ്ട്. നമ്മൾ സാധാരണ നോർമലി നമ്മൾ നിർത്തിയിട്ട വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റാർട്ടർ മോട്ടർ വഴിയാണ് വണ്ടി സ്റ്റാർട്ട്, അതായത് ക്രാങ്ക് ചെയ്യുന്ന സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഈ ഒരു ബാറ്ററിയിൽ നിന്നാണ് പവർ എടുക്കുക. അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി നമുക്ക് വരുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ കുറച്ച് ദൂരം ഓടി നിർത്തിയിട്ടാൽ 3 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓട്ടോമാറ്റിക് ഓണാവും. പിന്നെ നമ്മൾ എപ്പോഴാണോ ക്ലച്ചിൽ അല്ലെങ്കിൽ ആക്സിഡൻറ്റിലൊക്കെ കാല് കൊടുക്കുന്നത് അപ്പോഴേ വീണ്ടും ഓണാവുള്ളൂ. ആ സമയത്ത് AC നമ്മുടെ ഇൻഫോർടൈൻമെൻ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നത് സീറ്റിനടിയിലെ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടാവുന്നത് പിന്നെ സ്റ്റാർട്ടാവുന്നത് ഈ ഒരു ISG ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ഒരു ബാറ്ററി പാക്കോ സ്റ്റാർട്ടറോ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൈലൻ്റ് ആണ്. അങ്ങനെ സ്റ്റാർട്ടാകുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പോലെ ക്രാങ്കിങ് സൗണ്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ, നമ്മൾ അറിയുപോലും വണ്ടി സ്റ്റാർട്ടാവുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ISGയിൽ നമുക്ക് ബെൽറ്റ് ഡ്രൈവൺ ആണ് വരുന്നത്, അതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഇതൊരു ബെൽറ്റ് ഡ്രൈവൺ ആണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വളരെ ചെറിയ രീതിയിലുള്ള ഒരു ചിലവ് കുറഞ്ഞ രൂപത്തിൽ നമുക്കൊരു ഹൈബ്രിഡിൻ്റെ പോലത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുമെന്നാണ്. അപ്പോൾ ചെറിയൊരു രീതിയിൽ ഫ്യൂൽ എഫിഷ്യൻസിനെ അത് എഫക്റ്റ് ചെയ്യുമെന്ന് പറയാം, അത്രയേ ഉള്ളൂ. പക്ഷേ
ഫുള്ളി ഹൈബ്രിഡിലേക്ക് വന്നാൽ കഥയൊക്കെ മാറി. ഇതിൻ്റെ എഞ്ചിൻ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ആ എഞ്ചിൻ റൂം കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം എത്ര നേരം കണ്ടിരുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എഞ്ചിൻ വരുന്നത് നമുക്ക് ടൊയോട്ടയുടെ, ഞാൻ പറഞ്ഞു ടൊയോട്ടയുടെ ആണ് ഏറ്റവും ലോകത്തിൽ തന്നെ മികച്ച ഹൈബ്രിഡ് ടെക്നോളജി വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് തന്നെ ഇതിൻ്റെ ബാറ്ററി ഒന്ന് തുടങ്ങുകയാണെങ്കിൽ ബാറ്ററി പാക്ക് വരുന്നത് നമുക്ക് ഇതിൻ്റെ ബൂട്ടിലാണ്. മറ്റ് നമ്മുടെ ഒരു പാസഞ്ചർ സൈഡ് സീറ്റിൻ്റെ അടിയിലായിരുന്നെങ്കിൽ ഇത് ഈ ഒരു ബൂട്ടിൻ്റെ ഭാഗത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ ആ ഒരു ഗ്രാൻഡ് വിറ്റാരയും ഫുള്ളി സ്ട്രോങ് ഹൈബ്രിഡും തമ്മിൽ ബൂട്ട് സ്പേസ് ഇത്തിരി നമുക്ക് കുറവായിരിക്കും വരിക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ സ്പെയർ വീൽ ഇവിടെ അല്ല വരിക, നമുക്ക് താഴെ ആയിരിക്കും വരിക. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയാണ് ഇത്. പ്രധാനമായിട്ട് എക്സോസിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ബാക്കിലേക്ക് ഇതിൻ്റെ ബാറ്ററി പാക്ക് പ്ലേസ് ചെയ്ത സമയത്ത് നോർമൽ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ മൈൽഡ് ഹൈബ്രിഡിൻ്റെ എക്സോസ്റ്റ് യൂണിറ്റ് പോലെ അല്ലെങ്കിൽ ആ റിയറിലേക്ക് എത്തുമ്പോൾ ബാറ്ററി പാക്ക് 177.6 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് അത്യാവശ്യം വലുതാണ്. നമ്മൾ ഇത് കണ്ട പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തുകൊണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ അവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാഴ്ചയിലല്ല, അല്ലാതെ നമുക്ക് ഒന്ന് അടിയിലൊക്കെ കിടന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകാവുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ടൊയോട്ടയുടെ എഞ്ചിൻ. 3 സിലിണ്ടർ എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിനാണ്. 1.5 ലിറ്ററാണ് വന്നിട്ടുള്ളത്. അതിനോട് ചേർന്ന് നമുക്ക് ഇതിനൊരു PCU ആണ്. നമുക്ക് പവർ കൺട്രോളർ യൂണിറ്റ്, നമ്മൾ ECU എന്ന് പറയുന്ന പോലെ തന്നെയാണ്. പക്ഷേ PCU ഇത്തിരി കൂടി ബ്രില്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത്തിരി കൂടി ഹാർഡ് വർക്കിംഗ് ആണെന്ന് പറയാം. ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് ഈ ഒരു PCU എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന സംഭവമാണെന്ന് പറയാം. അതായത് നമ്മൾ ഈ ഒരു എഞ്ചിനെ വർക്ക് ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് ഇതിന് 2 മോട്ടോർ ജനറേറ്ററുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 ഫേസ് AC കറൻറ്റിനെ നമ്മുടെ ബാറ്ററിയിലേക്ക് DC ആക്കി കൺവേർട്ട് ചെയ്ത് വിടണം. എന്നിട്ട് അതിൽ സ്റ്റോർ ചെയ്യും. ആവശ്യമുള്ള സമയത്ത് നമുക്ക് അതിൽ നിന്നും DC കറൻറ്റ് എടുത്ത് AC ആക്കി കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ വീലുകളിലേക്ക് പവർ കൊടുക്കണം. ഈ 2 ജോലി ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ CVT ടെക്നോളജിയാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ നോർമൽ CVT ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ടെക്നോളജിയാണ് ഈ CVT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നതും ഈ ഒരു PCU ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ എഫിഷ്യൻ്റ് ആയിട്ട് ഓടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുന്നതും ഈ ഒരു PCU യൂണിറ്റ് ആണ്. അതായത് ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ടിൽ, അതായത് ഇതിൽ ഏറ്റവും മൈലേജ് കിട്ടുന്ന രൂപത്തിൽ, ഏറ്റവും സ്മൂത്തായിട്ട് ഓടുന്ന ഒരു രൂപത്തിൽ, ഇപ്പോൾ ഇതിൻ്റെ ഒരു 2000 to 3000 RPM ഉള്ളിലാണ് ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട്. ഈ ഒരു പർട്ടിക്കുലർ എഞ്ചിൻ്റെ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ ഓടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതും ഈ ഒരു PCU ആണ്. അതുപോലെ തന്നെ എപ്പോഴാണോ നമുക്ക് EV മോഡ് ആവശ്യം ആ സമയത്ത് ഇതിന് നമുക്കൊരു ഫുൾ ഡെഡിക്കേറ്റഡ് EV മോഡ് വരുന്നുണ്ട്. അതായത് ഇലക്ട്രിക്കലായിട്ട് മാത്രം നമുക്ക് ഇതിൽ ഓടാൻ, ഒരു സൗണ്ട് പോലും ഇല്ലാതെ, ഒരു എക്സോസ്റ്റ് പൈപ്പിൽ നിന്നും ഒരു എമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഫുൾ EV ആയിട്ട് നമുക്ക് ഗ്രാൻഡ് വിറ്റാര ഫുള്ളി ഹൈബ്രിഡ്, സ്ട്രോങ് ഹൈബ്രിഡ് ഓടിക്കാനായിട്ട് സാധിക്കും. അത് കൺട്രോൾ ചെയ്യുന്നു. അതായത് ആ മോഡിലേക്ക് മാറ്റണം, പിന്നെ എഞ്ചിൻ ഓൺ ആക്കണം, ആവശ്യ സമയത്ത് നമുക്ക് എഞ്ചിൻ ഓൺ ആക്കാം, ആവശ്യമില്ലെങ്കിൽ എഞ്ചിൻ ഓഫ് ചെയ്യുക. ഇത് ഇങ്ങനത്തെ സകല പരിപാടിയും ചെയ്യുന്നത് ഈ ഒരു PCU ആണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളി ഹെവി ഡ്യൂട്ടി സാധനമാണ്. നല്ല രീതിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിതിൽ നല്ല രീതിയിൽ ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യാവും. അതുകൊണ്ട് തന്നെ ഇതിന് സെപ്പറേറ്റ് നമ്മൾ കൂളിംഗ് ടെക്നോളജി പരിപാടി, ലിക്വിഡ് കൂളിംഗ് ആണ് വന്നുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇൻവെർട്ടർ കൂളൻറ്റ് ഓൺലി എന്നുള്ളത് എഴുതിയാണ്. അപ്പോൾ ഇൻവെർട്ടർ കൂളൻറ്റ് സെപ്പറേറ്റ് അതിൻ്റെ പൈപ്പ് പോയേക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ വന്ന് ഇതിലൂടെ നമുക്ക് ഈ ഒരു യൂണിറ്റിലേക്ക് പോയി. അപ്പോൾ ഇതൊരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം സെപ്പറേറ്റ് തന്നെ ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിന് വേണ്ടി, ഈ ഒരു PCU വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നോർമൽ കൂളൻ്റ് പരിപാടികൾ എഞ്ചിന് വേണ്ടിയിട്ടുള്ളത് ഇവിടെ വേറെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു എത്രത്തോളം എഫക്റ്റീവാണ്, അല്ലെങ്കിൽ എത്രത്തോളം ജോലി അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന രൂപത്തിലുള്ളൊരു സംഭവം. ബാക്കി അതിൻ്റെ ഒരു ECVTയുടെ കൺട്രോൾസ് ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ 2 ജനറേറ്റർ മോട്ടോഴ്സ് ആണെങ്കിലൊക്കെ ഇതിനുള്ളിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്ന രൂപത്തിലാണുള്ളത്. അപ്പോൾ കാഴ്ചയിൽ നമുക്ക് ആ ഒരു ബാറ്ററി പാക്കും ഇത്രയും തന്നെയാണ് ഇതിൽ കണ്ടിട്ടുണ്ട് പറയാനുള്ളൂ. ഇനി നമുക്കറിയാവുന്ന പോലെ സ്വിഫ്റ്റൊക്കെ 40ഉം ഫ്രോങ്സൊക്കെ നമുക്ക് അതിന് അത്തരത്തിലൊക്കെ 40ഒക്കെ മൈലേജ് പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ ഗ്രാൻഡ് വിറ്റാരൊക്കെ പറയുന്നത് 28 കിലോമീറ്ററാണ്. അതായത് നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകാനായിട്ട് ഒരു 2500 രൂപയുടെ പെട്രോൾ മതി എന്നുള്ളതാണ് ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡിൻ്റെ ഒരു പ്രത്യേകത വന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഓടിച്ചാലാണ് നമുക്ക് കിട്ടുക, ഈ ഒരു എഞ്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അപ്പോൾ ഏത് രൂപത്തിൽ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ആൾ ഏത് രൂപത്തിൽ ഓടിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും മൈലേജ് കിട്ടുക എന്നൊക്കെ അറിയേണ്ടത്. അതൊക്കെ നമുക്കൊന്ന് ഓടിച്ചുകൊണ്ട് നോക്കാം. അപ്പോൾ ഒരു ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു വാഹനത്തിൽ കയറി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 രീതിയിലാണ് അത് വർക്ക് ചെയ്യുക. ഒന്ന്, നമ്മുടെ ആ ഒരു ബാക്കിലെ ബാറ്ററിയിൽ ചാർജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫുൾ EV ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. ആ ബാറ്ററിയിൽ നിന്നായിരിക്കും പവർ എടുക്കുന്നുണ്ടാവും. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മീറ്ററിൽ EV എന്നുള്ളത് എഴുതി കാണിച്ചിട്ടുണ്ട്, റെഡി എന്നും എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് ഫുൾ EV മോഡിൽ ഓടാനായിട്ട് വണ്ടി റെഡിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് താഴ്ത്തി നമ്മൾ ഡ്രൈവിലിട്ടിട്ട് വണ്ടി എടുത്താൽ സൈലൻ്റ് ആയിരിക്കും. വണ്ടി ഓടുന്നുണ്ട്, ഉള്ളിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ യാതൊരു തരത്തിലുള്ള നോയ്സോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. ഇനി ബാക്കിൽ നമ്മുടെ ബാറ്ററി ബാക്കിൽ ചാർജ് ഇല്ലെങ്കിൽ നേരിട്ട് എഞ്ചിനായിരിക്കും ഓണാവുക. അപ്പോൾ സാധാരണ നമ്മൾ ക്രാങ്കിങ്ങിൻ്റെ ഒരു സൗണ്ടും അതുപോലെ തന്നെ നോർമൽ പെട്രോൾ കാർ എങ്ങനെയാണ് ഓണാവുക ആ ഒരു ഫീൽ നമുക്ക് അനുഭവിക്കാനും സാധിക്കും. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ഓടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പോകുന്ന പോലെ വളരെ ചെറിയ സ്പീഡിൽ 10, 30, 40 കിലോമീറ്റർ സ്പീഡിൽ ടൗണിലൂടെ ഓടുകയാണ്, അല്ലെങ്കിൽ ചെറിയ ഉള്ളേരിയയിലേക്ക് ഓടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ഉണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ ബാറ്ററി തന്നെയാണ് ഫുൾ പവർ എടുക്കുന്നത്. ബാറ്ററി തന്നെയാണ് നമ്മുടെ വീലുകളെ കറക്കുന്നതെന്ന് പറയാം. അപ്പോൾ ആ ഒരു അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത് എന്നുള്ളത്.
തെറ്റല്ല, എന്നാൽ ഒരു പരിധി നമുക്ക് അതിനേക്കാൾ റേഞ്ച് അല്ലെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടുന്ന സിറ്റുവേഷൻ വേറെ വരാനുണ്ട്. ഇതും അത്തരത്തിലൊന്ന് തന്നെയാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു 40 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു RPM വെച്ചിട്ടൊക്കെ ഇതിൽ RPM മീറ്റർ ഇല്ല. അപ്പോഴൊക്കെ നമുക്കൊരു എക്കോ ചാർജ് പവർ അങ്ങനെയൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ എന്തായാലും നമ്മളൊരു 40 കിലോമീറ്റർ റേഞ്ചിലേക്കാണ് പോകുന്നത്, നമ്മൾ ചെറിയൊരു സ്പീഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ബാറ്ററിയിൽ പവർ ഉപയോഗിക്കാനായിട്ടായിരിക്കും വാഹനം ശ്രമിക്കുക. ഇനി ബാറ്ററിയിൽ നമുക്ക് ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ എൻജിൻ വർക്ക് ചെയ്യും. ആ രൂപത്തിലാണുള്ളത്. അപ്പോൾ എൻജിൻ വർക്ക് ചെയ്ത് ബാറ്ററിയെ ചാർജ് ചെയ്യുകയും ചെയ്യും. അതായത് ഞാൻ പറഞ്ഞല്ലോ 2 മോട്ടർ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്, ആ ഒരു എൻജിൻ അസംബ്ലിയുടെ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ അത് രണ്ടും നമുക്ക് വെറും മോട്ടർ മാത്രമല്ല ജനറേറ്ററാണ്. 2 രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിലൊരു ഷാഫ്റ്റ് തിരിയുകയാണെന്നുണ്ടെങ്കിൽ അത് മോട്ടറായിട്ട് വർക്ക് ചെയ്യും. അതിൻ്റെ ഒരു കോയിലുകൾക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ 2 ഉപയോഗങ്ങളാണ് ആ ഒരു 2 ജനറേറ്റർ മോട്ടറുകൾക്കായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓടുന്നത് EV മോഡിലാണ്. അതായത് നമ്മുടെ ആ ഒരു ബാറ്ററിയിൽ പവർ ഉണ്ട് എന്നർത്ഥം. 60 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത് ഈ സ്പീഡല്ല കേട്ടോ മാനദണ്ഡം. അപ്പോൾ ചിലർ പറയും 40 കിലോമീറ്റർ സ്പീഡ് വരെ അത് നമ്മുടെ EV മോഡായിരിക്കും, അതിന് ശേഷമാണ് നമുക്ക് പെട്രോൾ. അങ്ങനെയല്ല, അതൊരു RPM ആണ്. ഞാൻ നേരത്തെ കാണിച്ചില്ല, നമ്മുടെ PCU ആളാണ് തീരുമാനിക്കുന്നത് എപ്പോൾ EVയിലേക്ക് മാറ്റണം, എപ്പോൾ പെട്രോൾ എഞ്ചിനിലേക്ക് മാറ്റണം എന്നുള്ളത്. സ്പീഡ് ഒരു പരിധി ഇപ്പോൾ 80 പോയാലും ചിലപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കുറച്ച് അധിക നേരം ഇങ്ങനെ ഒരു 80 ക്രൂയിസ് ചെയ്ത് പോകാണെന്ന് വെക്കുക, നമ്മൾ വേറെ സ്ലോ ഡൗൺ ഒന്നും ചെയ്യാതെ, അപ്പോൾ ചിലപ്പോൾ ഫുള്ളി EV മോഡിലേക്ക് മാറ്റും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ സ്പീഡല്ല, ഈ CVTയെ കൺട്രോൾ ചെയ്യുന്നതും ഈ ഒരു സ്പീഡും RPM ഒക്കെ കൺട്രോൾ ചെയ്യുന്നതായി നമ്മുടെ പവർ കൺട്രോൾ യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്ന് പറയാം. ഇനി നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു രൂപത്തിലുണ്ടല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് നമ്മൾ ബ്രേക്കിൽ കാല് വെച്ചിട്ടില്ല, അതായത് സ്ലോ ഡൗൺ ചെയ്യാതെ ഒരു 60 സ്പീഡിൻ്റെ മേലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഈ സമയത്താണ് നമുക്ക് ഏറ്റവും അധികം മൈലേജ് ഗ്രാൻഡ് വിറ്റാര അല്ലെങ്കിൽ മറ്റേ ഏതൊരു ഹൈബ്രിഡ് വാഹനമാണെങ്കിലും നമുക്ക് തരുന്നത് എന്ന് പറയാം. അതായത് ഒരു മീഡിയം സ്പീഡിൽ നമ്മൾ ക്രൂയിസ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ, പ്രത്യേകിച്ച് അപ്പോൾ ഒരു ഹൈവേ, നോർമൽ ഒരു ഹൈവേ, നമ്മൾ ഹൈ സ്പീഡല്ല പറയുന്നുണ്ട്, ഒരു 100ന് മുകളിലേക്കൊക്കെ അല്ല, അതിനുള്ളിൽ തന്നെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് സ്പീഡിൽ ഇങ്ങനെ ക്രൂയിസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും അധികം മൈലേജ് തരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വാഹനത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ബാറ്ററിയിൽ പവർ ഇല്ല, ബാറ്ററിയിൽ 1% പോലും ചാർജ് എടുക്കാതെയാണ് ആ സമയത്തും വണ്ടി വർക്ക് ചെയ്യുക. പക്ഷേ എങ്ങനെ അത്രയും മൈലേജ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിൽ ഞാൻ പറഞ്ഞില്ല 2 മോട്ടർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു മോട്ടർ നമ്മുടെ ചാർജ് പ്രൊഡ്യൂസ് ചെയ്ത് നേരെ വീലിലെ മോട്ടറുകൾക്ക് കൊടുത്തിട്ട് നമ്മൾ ബാറ്ററിയുടെ പവർ ഉപയോഗിക്കാതെ തന്നെ ഇലക്ട്രിക് മോട്ടറും വർക്ക് ചെയ്യും, നമ്മുടെ പെട്രോൾ എഞ്ചിനും വർക്ക് ചെയ്യും. പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. അതായത് ഈ ഒരു എഞ്ചിൻ പ്രത്യേക ടെക്നോളജിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്, ടൊയോട്ടയുടെ എഞ്ചിനാന്ന് ഞാൻ പറഞ്ഞു. അത് നോർമൽ ഒരു എഞ്ചിനല്ല. ഇതിൻ്റെ ഒരു പവർ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ള വാഹനങ്ങളുടെ പോലെ അതിനേക്കാളും ഷോർട്ടാണ്, അതായത് പകുതിയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒരു സംഭവമാണ്. അപ്പോൾ ആ രൂപത്തിൽ ഉള്ളൊരു എഞ്ചിനാണ് നമുക്ക് ടൊയോട്ട ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഞ്ചിൻ്റെ RPM ഏകദേശം ഒരു 2000-2500 അല്ലെങ്കിൽ 3000 RPM മുകളിലേക്ക് പോവാതെ ഇതിൻ്റെ PCU കൺട്രോൾ ചെയ്യുക, അതായത് പവർ കൺട്രോൾ യൂണിറ്റ് നിർത്തും. അതായത് അപ്പോഴാണ് ഏറ്റവും അധികം മൈലേജ് ഒരു എഞ്ചിൻ തരുന്നത്. അതിൽ തന്നെ നിർത്തി ബാക്കിയുള്ള എനർജി ഉണ്ടല്ലോ അത് നമ്മുടെ ഇലക്ട്രിക് മോട്ടറായിരിക്കും നമ്മുടെ വീലിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും ഒരുപോലെ വർക്ക് ചെയ്യുകയും ചെയ്യും, ബാറ്ററിയുടെ പവർ എടുക്കുകയും ചെയ്യില്ല. ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു 70-80 കിലോമീറ്ററിൽ ഇങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്താണ് നമുക്ക് ഏറ്റവും അധികം മൈലേജ് തരുന്നത്. അതായത് എഞ്ചിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ടാണ്, ഏറ്റവും എഫിഷ്യൻസി തരുന്നൊരു സ്വീറ്റ് സ്പോട്ടിൽ ഓടിക്കും, പ്ലസ് നമ്മുടെ ഇലക്ട്രിക് മോട്ടറും വർക്ക് ചെയ്യും, ബാറ്ററിയുടെ പവർ അവിടെ തന്നെ ഫുൾ ചാർജ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഫുള്ളി നമുക്കൊരു ഏറ്റവും അധികം മൈലേജ് തരുന്നൊരു സിറ്റുവേഷൻ നമ്മൾ ബാറ്ററി പവറും അങ്ങേയറ്റം എന്ന് പറയുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഹൈബ്രിഡ് ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 2 സിറ്റുവേഷൻസ് അതാണ്. ഒന്ന്, നമ്മൾ ഈ ഒരു കംഫർട്ടബിൾ ആയൊരു സ്പീഡിൽ ഇങ്ങനെ ഒരു 70-80 ഹൈവേയിൽ സ്ലോ ഡൗൺ ചെയ്യാതെ ഇങ്ങനെ ക്രൂയിസ് ചെയ്ത് പോകുന്നതാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ 30, 40, 50 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ ചെറിയ റോഡിലൂടെ അല്ലെങ്കിൽ ടൗണിലേക്ക് ഓടിക്കുന്നത്. ഈ 2 സിറ്റുവേഷനിലാണ് ഏറ്റവും അധികം മൈലേജ് നമുക്ക് ഹൈബ്രിഡ് കാറുകൾ തരുന്നത്. പിന്നെ ചവിട്ടിപ്പൊളിച്ച് ഓടിക്കുന്ന സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഞാൻ പറയാത്ത തന്നെ നിങ്ങൾക്കറിയാം മൈലേജ് കുറവായിരിക്കും. അതാണ് ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ മൈലേജിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാം. ആ സമയത്ത് ബാറ്ററിയിൽ ചാർജ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ബാറ്ററിയിൽ ചാർജ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ആ സമയത്ത് നമ്മുടെ പവർ കൺട്രോൾ യൂണിറ്റ് നോക്കില്ല. നമ്മൾ ത്രോട്ടിൽ കാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വണ്ടി ചിന്തിക്കുന്നത് ഫുൾ പവർ ഡ്രൈവർക്ക് വേണം, ഫുൾ പവറും റോഡിലേക്ക് എത്തണം, അത്രേ വണ്ടി ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് മോട്ടർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഫുൾ പവറും നമ്മുടെ വീലുകൾക്ക് കൊടുക്കാനേ നോക്കുകയുള്ളൂ. ബാറ്ററി ചാർജ് ചെയ്യുന്നതിനോ ബാറ്ററിയിൽ നിന്ന് പവർ എടുക്കുന്നതിനോ ഒന്നും അവിടെ വർക്ക് ചെയ്യുന്നതിനൊന്നിനും സമയം ആ ഒരു പവർ കൺട്രോൾ യൂണിറ്റ് ചിലവാക്കില്ല. കാരണം ഇതൊക്കെ ചെറിയ രൂപത്തിലാണെങ്കിൽ ഒരു ടൈമിങ്ങിൻ്റെ ഒരു കാര്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പവർ ലാഗ് കാര്യങ്ങളൊക്കെ വളരെ ചെറിയ രൂപത്തിലായിരുന്നു സംഭവിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു ചാൻസ് കൊടുക്കാതെ
ഫുൾ കോൺസെൻട്രേഷൻ നമ്മുടെ PCU കൊടുക്കുന്നത് വീലുകളിലേക്ക് പവർ എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ജോലിയിലേക്ക് മാത്രം ഒഴുകുക. അപ്പോൾ നമ്മുടെ ഒരു മോട്ടർ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടറുകളും എല്ലാം വർക്ക് ചെയ്യുന്നത് വീലിനെ കറക്കാൻ വേണ്ടിയിട്ടാണ്. അതായിരിക്കും അപ്പോൾ നമുക്കൊരു 130, 150 സ്പീഡിലേക്ക് പോകുമ്പോൾ ഫുൾ നമ്മുടെ മോട്ടറാണെന്നുണ്ടെങ്കിലും നമ്മുടെ എഞ്ചിനാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ വീലുകളെ കറക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് ഒരു ഹൈബ്രിഡ് വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയാം. അപ്പോൾ ഏറ്റവും അധികം ചാർജ് കിട്ടുന്നത് ഞാൻ പറഞ്ഞ 2 സിറ്റുവേഷനിലാണ്. അതിന് താഴേക്ക് വന്നാൽ ഏറ്റവും കുറവ് മൈലേജ് ആയിരിക്കും. എന്തായാലും ഒരു 23 കിലോമീറ്റർ 22-23 കിലോമീറ്ററിൽ കുറയാതുള്ള ഒരു മൈലേജ് നിങ്ങൾക്ക് എപ്പോഴും ഗ്രാൻഡ് വിറ്റാരയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അത്രയധികം ഈ വാഹനം ഓടിച്ചിട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓടിക്കാനും വളരെ രസമാണ്. അതായത് നമുക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ ഈ CVT ഞാൻ പറഞ്ഞ നോർമൽ CVT ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ടെക്നോളജിയാണ് ഈ CVT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഓടിക്കുമ്പോൾ വളരെ രസമാണ്. കാരണം ഇതിൻ്റെ ഷിഫ്റ്റുകളും നമ്മൾ അറിയ പോലും ഇല്ല എന്നുള്ളതാണ്. ഈ മോട്ടറും നമുക്ക് പവർ ലോസ് വരാതിരിക്കാനുള്ള അസിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല രസമായിട്ട് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫീലോടുകൂടി വണ്ടി ഓടിക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ്. നമുക്ക് 5 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്ററൊക്കെ വണ്ടിക്ക് വാറണ്ടി ഉണ്ട്. ഇതിൻ്റെ മോട്ടർ ഹൈബ്രിഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന പാർട്സിനൊക്കെ നമുക്ക് 8 കൊല്ലം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വാറണ്ടി നമ്മുടെ കമ്പനി തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ലക്ഷം രൂപയോളം കുറവിൽ എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു അടിപൊളി പാക്കേജാണ് നിലവിൽ നിങ്ങൾ ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന നമ്മുടെ മരത്താക്കരയിലെ പോപ്പുലർ നെക്സയിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 2023 മാനുഫാക്ചറിങ്ങുള്ള ഫുള്ളി ഹൈബ്രിഡ് വണ്ടികളും കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചധികം നമുക്ക് സ്കീമിലൂടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 2 ലക്ഷം ഓഫർ, അത് ഓഫറല്ല ശരിക്കും. 2 ലക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു എക്സ്ഷോറൂം പ്രൈസ് മാറിയത് കൊണ്ടുള്ളൊരു സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് കൂടാതെ എക്സ്ട്രാ ഓഫറോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു ഇയർ ബാക്ക് വണ്ടികളും എടുക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അപ്പോൾ നല്ലൊരു പാക്കേജിൽ വണ്ടികൾ ഹൈബ്രിഡ് നോക്കുന്നവർക്ക് കിടലിന് അവസരമെന്ന് പറയാം. താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താണ് ഹൈബ്രിഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റേഞ്ച് അല്ല, ഇലക്ട്രിക് വണ്ടി റിവ്യൂ ചെയ്തിട്ട് ഇപ്പോൾ റേഞ്ചേ വരുന്നുള്ളൂ. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് കാര്യങ്ങൾ തുടങ്ങിയതൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഉണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ കാണാം. ബൈ ബൈ.